ഗ്യാങ് നെയിം MRC, ടാഗ് MRC, ഗ്യാങ് കളർ ബ്ലാക്ക് ഗോൾഡ് വൈറ്റ്. അയ്യോ, ഈ ബ്ലാക്ക് ഗോൾഡ് എന്റെ ഫേവറേറ്റ് കളറാ. ഹർലും കണ്ടിട്ടില്ലേ നിങ്ങള്? എന്റെ സെൽറ്റോസ് ഇപ്പൊ ഞാൻ താറ് ചെയ്തപ്പോഴും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ് ഞാൻ ചെയ്തത്. എന്റെ ഫേവറേറ്റ് കളറാ പറയായിരിക്കും വൈറ്റ്. സോറി പറ, ഞാൻ സോറി പറഞ്ഞല്ലോ, ഞാൻ സോറി ഇട്ടല്ലോ, സോറി ഞാൻ മെസ്സേജ് ഇട്ടല്ലോ. സോറി എന്ത് സോറി? വായി വിട്ടു 3 കളർ അതെനിക്ക് അറിഞ്ഞൂടാ. ഗ്യാങ് ലീഡർ MRC തൊപ്പി, കോ ലീഡർ മാക്ക്, കോ ലീഡർ MRC ഷെയ്ക്ക്, MRC ഷെമീർ. ഓക്കെ, മെമ്പേഴ്സ് MRC ജോക്കർ, ജെയിന്, ഉസ്മാൻ. അവനെ ഒരു ചാൻസ് കിട്ടിയല്ലോടാ, സന്തോഷം. ഉസ്മാന്, ഷെർലോക്ക്, MRC ചാപ്സ്, MRC കൂപ്പർ, MRC ബ്ലേക്ക്, MRC ബോബി, MRC ജോൺ വാട്സൺ, MRC റൊസാരിയോ, MRC ബിലാല്, MRC ഷിബു സുൽത്താൻ, MRC ഇക്രുമോൻ, MRC ഫാൽക്കൺ, മുഖം മാറിയല്ലോ, രാജുഭായി, റഷ്യൻ DNL, ജാസി, MRC പ്രണവ് സേട്ടൻ, അലൻ ഫ്രോസ്റ്റ്, CK MR മെസ്സി ഗോഡ്. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഒരു ഗ്യാങ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതിലും നല്ലത് ബെറ്റർ അവരൊരു കുറച്ച് പേര് ഗ്യാങ് ആയിട്ട് വന്ന് ഇവിടെ നിന്ന് കളിച്ച് ഓരോ പ്ലേയേഴ്സിനെ സോർട്ട് ചെയ്ത് പയ്യെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഇത്. പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ലൈനപ്പ് വെച്ചിട്ട് MRC ആൻഡ് TVA ഫ്രണ്ട്ലി ആയിട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനിത് വേറെ ഒരു ഇതിലും പറയണമല്ല ഗൈസ്. നിങ്ങൾ MRCയിൽ RP കാണുന്ന കുറച്ച് പുതിയ ഓഡിയൻസ് ഉണ്ടാവും, അവർക്ക് ഈ പഴയ പാസ്റ്റ് ഒന്നും അറിയത്തില്ല. ഇതിൽ കുറെ ഇതിന്റെ പാസ്റ്റ് എന്താ ഉസ്മാനെ? ഇത് HFലുള്ള പിള്ളേരുണ്ട്, ഓരോ അത് ഫൈറ്റാർന്ന് TV ആയിട്ട് ഫൈറ്റ് ആയിരുന്നോ? ഫൈറ്റാർന്ന്. പക്ഷെ കൊഴപ്പല്ല, ഓരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയുണ്ട്. മിക്കവാറും ഒരു അടി പൊട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ടെന്ന വാസവണ്ണം പറയുന്നേ. ഇന്നലെ ഒരു അടി പൊട്ടി ഡെക്സ്റ്റർ വന്ന് എന്നെ ഒന്ന് ചൊറിഞ്ഞ്. അല്ല, അത് എൻ്റെ ഭാഗത്താ തെറ്റെന്നാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ ആരായാലും ഞാൻ പ്രതികരിക്കും. കാരണം നമ്മുടെ ഭാഗത്ത് എൻ്റെ ഭാഗത്ത് തെറ്റായിക്കൊണ്ട് ഓക്കെ, പക്ഷെ അവരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു, സെയിം ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാത്രം ഇതാക്കിയതല്ല. ഇന്നലെ എന്നോട് ഫിയർ RP എന്നാറ്റാവൂല അതിന്റെ പേര്. അപ്പൊ ഞാൻ കയ്യിന്ന് കിട്ടിയിട്ട് ഞാൻ കാണിച്ചു. അതെന്റെ ഭാഗത്ത് മിസ്റ്റേക്കാ, അതെന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാ. അത് വിട്. പ്ലേയേഴ്സ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്ലേയേഴ്സും പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും സിറ്റിയിൽ അടിവെല്ലാം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അത് RP ആയിട്ട് മാത്രം കാണാനുള്ള ഒരു ബോധം ഉണ്ടാവണം എന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോ എനിക്ക് ഉറപ്പാണ് MRC ഒരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഒരിക്കലും പോകത്തില്ല. അവരുടെ കാര്യം. അപ്പൊ നമുക്കതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. അതാണ് സത്യം. മനസ്സിലായി? മിക്കവാറും അപ്പൊ ഒരു അടി പൊട്ടൂന്നാ പറയുന്നത്. TV ആയിട്ട് ഒരു അടി പൊട്ടൂന്നാ പറയുന്നത്. കുഞ്ഞാപ്പുട്ടി ഇതെന്താണ് മംഗലപ്പുരക്ക് കസാല ഇട്ടതാ? 2-3 കാണുന്നില്ലാലോ ഇത്. കൊടുക്കണം ഞമ്മക്ക് ഉസ്മാനെ കൊണ്ട് കോൺക്രീറ്റ് ഇടിപ്പിച്ചണം അവിടെ. ഒരു മിനിറ്റ്, ഗർജിക്കാൻ പറഞ്ഞപ്പോ ഏമ്പക്കം വിടുന്നോ? ഇവന്റെ തന്തക്ക് വിളിച്ചാലും കാര്യമില്ല. ഇത് ഇസ്മായിലിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. നോക്കട്ടെ. ഞാനിങ്ങനെ ഒന്നല്ല, ഞാൻ സുന്ദരം. അതെന്താ ചെയ്ത്? അതെന്താ ഞാൻ കണ്ടിട്ടില്ല. ഒരു മിനിറ്റ്, കേട്ടിനാ? ഗർജനം കേട്ടിനാ? ഇത് ഉറങ്ങുമ്പോഴുള്ള സൗണ്ട് അല്ലേ? ഗർജനല്ല, വേറെന്തോ സൗണ്ടാ വന്നേ. ഇതെന്താ ബീൻ ബാഗോ? ബീൻ ബാഗ് നടന്നു പോവാ. ഇതെന്താ ഇത് ബീൻ ബാഗ് പോലുണ്ടല്ലോ, കടന്നുറങ്ങാൻ. എലിഫന്റ് ബാഗാ? ഉസ്മാന്റെ വാപ്പാനെ കിട്ടിയിട്ടുണ്ട്. ഉസ്മാന്റെ വാപ്പ കുഞ്ഞാപ്പു. ഇസ്മായിലിന്റെ വാപ്പ കാണാണ്ട് പോയ ഇസ്മായിലിന്റെ വാപ്പ. ഇസ്മായിലെ വീഡിയോ എടുത്ത് കൊടുക്കുന്ന ഇതെന്താ? തലയിലെന്താ കോളിഫ്ലവറോ?
എന്താ വെച്ചിക്കണോന് തലി കോളിഫ്ലവറും വെച്ചടക്കാം. ഒരു മിനിറ്റ് പറയാ ഒരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. മുമ്പ് ഇത് ഉസ്മാൻ അന്നോട് ഇത് ഉസ്മാൻ അന്നോട്